ഹായ് ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻറ്റ്, നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും ആണ്. നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും അനുസരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക, എത്ര മാർക്കുള്ളവർക്കൊക്കെ ലഭിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു കാര്യം 2023 വർഷത്തിൽ 4 റൗണ്ടുകളിലായിട്ട് നടന്നിട്ടുള്ള ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് അഡ്മിഷൻ ലഭിച്ച അവസാന മാർക്കുകളാണ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 സ്ട്രേ വേക്കൻസി. ഈ 4 റൗണ്ടുകളുമായിട്ട് OBC, SC, ST, EWS ജനറൽ കാറ്റഗറിയിൽ എത്രയൊക്കെ മാർക്കുള്ളവർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ്. റൗണ്ട് 1ൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 618 മാർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജനറൽ കാറ്റഗറിക്കാരന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. അതേ റൗണ്ടിൽ തന്നെ OBC കാറ്റഗറി 617, EWS കാറ്റഗറി 613, SC 509, ST 469 അവസാനമായിട്ട് ലഭിച്ച റാങ്ക് എന്ന് പറയുന്നത്. കുറച്ച് സമയത്തിന് ശേഷം റൗണ്ട് 2 നടക്കും. കേരളത്തിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് റൗണ്ട് 2 സംഘടിപ്പിക്കുക. റൗണ്ട് 2 എത്തിയപ്പോൾ ജനറൽ കാറ്റഗറിയിൽ 612 മാർക്ക്, അതേപോലെ തന്നെ OBCയിലാണെങ്കിലും 612 മാർക്ക്, EWS എത്തിയപ്പോൾ അത് 608 മാർക്കിലേക്കും, SCയിൽ അത് 492 മാർക്കിലേക്കും, ST എത്തിയപ്പോൾ 465 മാർക്കിലാണ് ഫൈനലി ക്ലോസ് ചെയ്ത റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര റാങ്ക് ഉള്ളവർക്ക് ഒരു ഫസ്റ്റ് റൗണ്ടിൽ കിട്ടും, ഈ മാർക്കുള്ളവർക്കൊന്നും ഈ വർഷം കിട്ടണമെന്നില്ല. പ്രഡിക്ഷൻ വീഡിയോ ഒന്ന് കാണുക, അതിൽ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് കേരളത്തിൽ നടന്നതിന് ശേഷമാണ് റൗണ്ട് 3 അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ നടന്നതിന് ശേഷം റൗണ്ട് 3ലേക്ക് എത്തും. റൗണ്ട് 3ലേക്ക് എത്തുമ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 611 മാർക്കിൽ തന്നെ ക്ലോസ് ആയി. ഈ ഒരു മാർക്കൊക്കെ മാറുന്ന സമയത്ത് റാങ്ക് അത്രയും വലിയ മാറ്റങ്ങൾ വരും കേട്ടോ. അതേപോലെ OBC 611 മാർക്ക്, EWS 608 തന്നെ ക്ലോസ് ആയി, ST 486 മാർക്കും ST 453 ഏതെങ്കിലുമൊക്കെ ഒരു കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചത്. പിന്നീട് ഇതിനൊക്കെ ശേഷം നടന്ന വളരെ തുച്ഛമായ വേക്കൻസികളാണ് ഉണ്ടാവുക, സ്ട്രേ വേക്കൻസി എന്ന് പറയും. അവിടെ എത്തുമ്പോൾ 610 മാർക്ക് നേടിയവർ അഡ്മിഷൻ ലഭിച്ചു ജനറൽ കാറ്റഗറിയിൽ. ഫസ്റ്റ് 618 ആയിരുന്നു, പിന്നീട് 610, 8 മാർക്കിന് ഡിഫറൻസിൽ അഡ്മിഷൻ ലഭിച്ചു. OBC സെയിം തന്നെ 610 ലഭിച്ചു. EWS 608 തന്നെ സ്റ്റേ ചെയ്തു. 480 SCയും STയിൽ 445. ഇങ്ങനെ നിങ്ങളുടെ മാർക്കുകൾ വെച്ചിട്ട് ഓരോ അനലൈസിങ് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളുടെ മാർക്കുകൾ വെച്ച് അനലൈസിങ് ചെയ്യുക. നിങ്ങൾ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, റിപ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള റിപ്പീറ്റ് ചെയ്യൂ. അല്ലാത്തൊരു MBBS മാത്രമോ BDS മാത്രമോ ഒന്നുമല്ലല്ലോ, ലോകത്ത് എത്ര മാത്രം കോഴ്സുകളുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ കോഴ്സുകളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.